മുതലപ്പൊഴി മുറിക്കാനുള്ള ശ്രമത്തിൽ നിന്നും മത്സ്യത്തൊഴിലാളികളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് അധികൃതർ താൽക്കാലികമായി പിന്മാറി. മണൽ നീക്കാൻ കൂടുതൽ ഡ്രഡ്ജറുകൾ എത്തിക്കാതെ പൊഴിമുറിക്കാൻ അനുവദിക്കില്ലെന്നായിരുന്നു മത്സ്യത്തൊഴിലാളികളുടെ നിലപാട്. പ്രതിഷേധത്തെ തുടർന്ന് 1 മണിക്കൂറിന് ശേഷം ഉദ്യോഗസ്ഥർ മടങ്ങിപ്പോയി. വെള്ളപ്പൊക്കം ഒഴിവാക്കാൻ പൊഴിമുറിക്കാൻ ഉദ്യോഗസ്ഥരെത്തുമെന്നറിയാമായിരുന്ന മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും സംഘടിച്ചെത്തിയിരുന്നു. അഴിമുഖത്ത് വള്ളങ്ങൾ നിരത്തിയും മത്സ്യത്തൊഴിലാളികൾ പ്രതിരോധം തീർത്തു. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹവുമായി ഉദ്യോഗസ്ഥരെത്തിയതോടെ മനുഷ്യച്ചങ്ങല തീർത്തു. വലിയ വള്ളങ്ങൾക്ക് കടന്നുപോകാൻ പാകത്തിൽ പൊഴി മുറിക്കാമെന്ന ഹാർബർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഉറപ്പ് അംഗീകരിക്കില്ല എന്നും ഒത്തുതീർപ്പിനില്ലെന്നും വ്യക്തമാക്കി മത്സ്യത്തൊഴിലാളികൾ. ഇതോടെയാണ് 1 മണിക്കൂറിന് ശേഷം ഉദ്യോഗസ്ഥർ പിൻവാങ്ങിയത്. വിഴിഞ്ഞത്ത് നിന്നും ഡ്രഡ്ജർ കൊണ്ടുവരണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. എന്നാൽ അവിടെ ഡ്രഡ്ജർ ഇല്ലെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞല്ലോ. അദാനിയുടെ ഡ്രഡ്ജർ ഇല്ല, ഞാനത് പോയി തിരക്കിയതാണ്. അപ്പോൾ അവിടെ ബാർജാണ് കിടക്കുന്നത്, അദാനിയുടെ ഡ്രഡ്ജർ ഇല്ല. ഞാനിവരോട് പറഞ്ഞല്ലോ, ഇവർ 2 പേര് വരാമെങ്കിൽ ഞാൻ ഇന്ന് പോവാം. ഇപ്പം തന്നെ പോയിട്ട് നമുക്ക് ഡ്രഡ്ജറിനെ കൊണ്ടുവരാം. ഡ്രഡ്ജർ ഇല്ലെന്നൊരു ബോധ്യപ്പെടുത്താൻ അതുകൊണ്ട് മാറ്റം പോകേണ്ട കണ്ണൂരുള്ള ഡ്രഡ്ജറെ കൊണ്ടുവരാൻ പറ്റും. ഉദ്യോഗസ്ഥർ മടങ്ങിയതോടെ സമരം അവസാനിപ്പിച്ച് മത്സ്യത്തൊഴിലാളികളും മടങ്ങി. മണൽ നീക്കം വേഗത്തിലാക്കിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് മത്സ്യത്തൊഴിലാളികളുടെ തീരുമാനം. തലസ്ഥാന വാർത്തകൾ, പെരുമാതുറ.